സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നീടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണിവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകി തിരുത്തി കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നി ദാനഭൂമിയിൽ യാഗ പശുക്കളെ മെച്ച നാൾ. ദ്രാവിഡ രാജരാജാദി കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടിയുടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ടു കോപാരുണങ്ങളാൽ താടി വളർത്തും തപസിതൻ കണ്ണുകൾ. ചിത്രശിലാ തലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി വനനദീ തീരത്ത് സ്വപ്നവും കണ്ട് ശ്രീരാമചന്ദ്രനുറങ്ങവേ കട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ദാശരഥിതന്നരികിൽ അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൺകളിൽ തോൾവരയെത്തി കിടന്ന കാർകൂന്തലിൽ ഹേമാന്തകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിതൻ അർത്ഥസൂക്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. മുദ്ദുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി പെൺകുടി, ആര്യവംശത്തിന്റെ അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം? ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു. നിശബ്ദയായി പെൺകുടി യജ്ഞകുണ്ടത്തിനരുകിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങിയ വിന്ധ്യാചലം. വില്ലുകുലയ്ക്കൂ, ശരം തൊടുക്കൂ, കൊല്ലൂ, രാമ നിശാചരി താടകയാണിവൾ. ആദ്യമായി രാമന്റെ മന്മദാസ്ത്രം മാല ചാർത്തിയ കുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി. സ്തബ്ധയായി പുത്രി വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. സ്തബ്ധയായി പുത്രി വിയോഗ വ്യഥയിൽ വിന്ധ്യാ